ഹലോ, സിമ്പിളായിട്ട് ക്രോഷ്യ പഠിക്കാൻ ആഗ്രഹിക്കുന്നവരാണോ നിങ്ങൾ? ബേസിക്കായിട്ട് അതും 60 രൂപയ്ക്ക് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? എന്നാൽ നമുക്ക് പഠിച്ചാലോ? ഈ യാണിനും ഹുക്കിനും കൂടെ 60 രൂപയാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? ഈ യാണിന് വെറും 14 രൂപയും ഹുക്കിന് വെറും 30 രൂപയേ ഉള്ളൂ. അങ്ങനെ സ്റ്റാർട്ട് ചെയ്താലോ? സിമ്പിളായിട്ട് നമ്മളിവിടെ ക്രോഷ്യ ബേസിക് സ്റ്റിച്ചസ് ആണ് പഠിക്കാൻ പോകുന്നത്. ആദ്യം ഞാൻ എടുത്തിരിക്കുന്നത് ഒരു 4mm ക്രോഷ്യ ഹുക്കും ഒരു തിൻ യാണുമാണ്. ഇത് സാധാ നമ്മുടെ ഷോപ്പിലൊക്കെ തിൻ യാൺ കിട്ടുന്നതാണ്. ആദ്യം നമ്മൾ ഇടാൻ പോകുന്നത് ക്രോഷ്യ ആദ്യം നോട്ടാണ് ഇടാൻ പോകുന്നത്. നോട്ട് 2 ഫിംഗർ മെത്തേഡിലാണ് ഇടുന്നത്. 2 കൈയിലും നോട്ട് ഇങ്ങനെ ചുറ്റിയിട്ട്, ഈ വീഡിയോയിൽ കാണുന്ന പോലെ ചുറ്റിയിട്ട് നമ്മുടെ ഹുക്ക് വെച്ച് പുറത്തേക്ക് വലിച്ചിടുമ്പോൾ ഒരു നോട്ട് അവിടെ ഫോം ചെയ്യും. ഈ നോട്ടാണ് നമ്മൾ ആദ്യം ഇടുന്നത്. ഇതിട്ടിട്ട് വേണം നമുക്ക് ഫസ്റ്റ് ചെയിൻ സ്റ്റിച്ച് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. നോട്ടിടുന്ന എല്ലാവർക്കും മനസ്സിലായില്ലേ? ഇനി നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ചെയിൻ സ്റ്റിച്ചാണ്. അത് യാൺ ഓവർ ചെയ്ത് ആ നോട്ടിനകത്തൂടെ പുറത്തേക്ക് വലിക്കാം. അപ്പോൾ ഒരു ചെയിൻ സ്റ്റിച്ചായി. അതുകൂട്ട് തന്നെ രണ്ടാമത് യാൺ ഓവർ ചെയ്ത് ആ നോട്ടിനുള്ളിലൂടെ പുറത്തേക്ക് വലിക്കുക. അപ്പോൾ രണ്ടാമത്തെ ചെയിൻ സ്റ്റിച്ചായി. ഇങ്ങനെയാണ് ചെയിൻ സ്റ്റിച്ച് നമ്മൾ ഇടുന്നത്. ബേസിക്കായിട്ട് നമ്മൾ പഠിക്കേണ്ടത് ചെയിൻ സ്റ്റിച്ചാണ്. ചെയിൻ സ്റ്റിച്ച് എല്ലാവർക്കും മനസ്സിലായില്ലേ? യാൺ ഓവർ ചെയ്യുക, ആ നോട്ടിനുള്ളിൽ കൂടി പുറത്തേക്ക് വലിക്കുക. ചെയിൻ സ്റ്റിച്ചായി. നമുക്കത് അയക്കാനും എളുപ്പമാണ്. ചെയിൻ സ്റ്റിച്ച് ജസ്റ്റ് ആ യാണി പിടിച്ചിങ്ങനെ വലിച്ചാൽ മതി. അപ്പോൾ ചെയിൻ സ്റ്റിച്ച് അഴിഞ്ഞു വരും. കണ്ടില്ലേ? ചെയിൻ സ്റ്റിച്ച് ഇങ്ങനെ ആയിരിക്കുന്നത്. താങ്ക് യു. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് സിംഗിൾ ക്രോഷ്യ. അത് നമ്മൾ നോട്ടിടാൻ പഠിച്ചു, പിന്നെ ചെയിൻ സ്റ്റിച്ച് ചെയ്യാൻ പഠിച്ചു. ഇനി പഠിക്കാൻ പോകുന്നത് സിംഗിൾ ക്രോഷ്യ. അതിന് നമ്മൾ ആദ്യം നോട്ടിട്ടിട്ട് ഒരു 10 ചെയിൻ ചെയ്യണം. 10 ചെയിൻ ചെയ്യുന്നതിന് കൂടാതെ എക്സ്ട്രാ ഒരു ചെയിനോട് ചെയ്യണം. ആ ഒരു ചെയിൻ വിട്ടിട്ടാണ് നമുക്ക് സിംഗിൾ ക്രോഷ്യ ചെയ്യാൻ. അപ്പോൾ ആദ്യം നമ്മൾ 10 ചെയിൻ ചെയ്യുക. ചെയിൻ ചെയ്തത് കൂടാതെ എക്സ്ട്രാ ഒരു ചെയിൻ ചെയ്തത് വിട്ടിട്ട് അടുത്ത ചെയിനിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്യണം. എന്നിട്ട് യാൺ ഓവർ ചെയ്ത് അത് പുറത്തെടുക്കണം. അപ്പോൾ 2 ലൂപ്പ് നമ്മുടെ ഇതിൽ കാണും. അത് പിന്നെയും ത്രെഡ് യാൺ ഓവർ ചെയ്ത് അത് 2ലൂടെ പുറത്തെടുക്കുന്നതാണ് സിംഗിൾ ക്രോഷ്യ. കണ്ടോ? ആ 2 ലൂപ്പിലൂടെ പുറത്തെടുക്കണം. ഇപ്പോൾ ഒരു സിംഗിൾ ക്രോഷ്യ. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഹുക്ക് ചെയിനിൽ ഇൻസേർട്ട് ചെയ്യണം. എന്നിട്ട് യാൺ ഓവർ ചെയ്ത് ത്രെഡ് പുറത്തേക്ക് വലിക്കണം. അപ്പോഴത്തേക്കും നമ്മുടെ ഹുക്ക് 2 ലൂപ്പ് ഫോം ചെയ്യും ഹുക്കിൽ. ആ 2 ലൂപ്പിലൂടെ പിന്നെയും ത്രെഡ് യാൺ ഓവർ ചെയ്ത് ആ 2 ലൂപ്പിലൂടെ വലിക്കുമ്പോഴാണ് ഒരു സിംഗിൾ ക്രോഷ്യ ആവുന്നത്. മനസ്സിലായോ? ഇതുകൂട്ട് ആ ചെയിനിൽ മൊത്തം നമുക്ക് ചെയ്തെടുക്കാം. ബാക്കിയുള്ള എല്ലാ ചെയിനിലും ചെയ്തെടുക്കാം. അവസാനം എല്ലാ ചെയിനിലും ചെയ്ത് കഴിയുമ്പോൾ നമുക്കിത് ഇങ്ങനെയാണ് കിട്ടുന്നത്. ഇതാണ് സിംഗിൾ ക്രോഷ്യ. ഇന്ന് ഡബിൾ ക്രോഷ്യ നോക്കാം. 50 ചെയിൻ ചെയ്ത് എക്സ്ട്രാ 3 ചെയിൻ ചെയ്ത് യാൺ ഓവർ ചെയ്ത് ആ 3 ചെയിൻ വിട്ടിട്ട് അതിലേക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്ത് പിന്നെ യാൺ ഓവർ ചെയ്ത് പുറത്തേക്ക് എടുക്കണം. നമ്മുടെ ഹുക്കിൽ 3 ലൂപ്പ് ഫോം ചെയ്യും. അത് പിന്നെയും യാൺ ഓവർ ചെയ്ത് പുറത്തേക്ക് എടുക്കണം. 2 ലൂപ്പ് പിന്നെ ഫോം ചെയ്യും.
അത് പിന്നെ yarn over ചെയ്ത് 2 ലൂപ്പിലൂടെ പുറത്തോട്ടെടുക്കണം. ഇതാണ് ഡബിൾ ക്രോഷ്യ. yarn over ചെയ്ത് നെക്സ്റ്റ് ചെയിനിലേക്ക് ഇൻസേർട്ട് ചെയ്ത് യാണിന് പിന്നെ yarn over ചെയ്ത് പുറത്തേക്ക് എടുത്ത് 3 ലൂപ്പ് ഫോം ചെയ്യും. പിന്നെ yarn over ചെയ്ത് 2 ലൂപ്പിലൂടെ പുറത്തേക്ക് എടുത്ത് പിന്നെ yarn over ചെയ്ത് 2 ലൂപ്പിലൂടെ പുറത്തേക്ക് എടുക്കണം. ഇതാണ് ഡബിൾ ക്രോഷ്യ. അങ്ങനെ നമുക്ക് മൊത്തം ചെയ്തെടുക്കാം. ട്രിപ്പിൾ ക്രോഷ്യ പഠിക്കാം. അതിന് നമ്മൾ 15 ചെയിൻ ചെയ്തിട്ടുണ്ടോ, എക്സ്ട്രാ 3 ചെയിൻ. ആ 3 ചെയിൻ വിട്ടിട്ട് അടുത്ത ചെയിനിലേക്ക് ത്രെഡിനെ 2 പ്രാവശ്യം yarn over ചെയ്തിട്ട് അടുത്ത ചെയിനിലേക്ക് ഇൻസേർട്ട് ചെയ്യുക. ഇൻസേർട്ട് ചെയ്തിട്ട് പിന്നെയും ത്രെഡിനെ yarn over ചെയ്ത് പുറത്തേക്ക് വലിച്ചെടുക്കുക. അപ്പം നമ്മുടെ ഹുക്കിൽ 4 ലൂപ്പ് ഫോം ചെയ്യും. ആദ്യം നമ്മൾ ത്രെഡിനെ yarn over പിന്നെയും ചെയ്ത് 2 ലൂപ്പിലൂടെ പുറത്തെടുക്കുക. ഇത് തന്നെ 2 പ്രാവശ്യം ചെയ്യണം. ഇനിയും yarn over ചെയ്ത് 2 ലൂപ്പിലൂടെ പുറത്തിറക്കുക. അപ്പോൾ പിന്നെ 2 ലൂപ്പ് കാണും. പിന്നെ yarn over ചെയ്ത് 2 ലൂപ്പിലൂടെ പുറത്തിറക്കുക. ട്രിപ്പിൾ ക്രോഷ്യ. ത്രെഡിനെ 2 പ്രാവശ്യം yarn over ചെയ്ത് അടുത്ത ചെയിനിലേക്ക് ഇൻസേർട്ട് ചെയ്ത് പിന്നെ yarn over ചെയ്ത് പുറത്തേക്ക് വലിച്ചെടുക്കുക. അപ്പം 4 ലൂപ്പ് ഫോം ചെയ്യും. ആ 4 ലൂപ്പിനെ ആദ്യം ഒന്ന് yarn over ചെയ്ത് 2 ലൂപ്പിലൂടെ ഇറക്കുക. പിന്നെ yarn over ചെയ്ത് 2 ലൂപ്പിലൂടെ ഇറക്കുക. പിന്നെ yarn over ചെയ്ത് 2 ലൂപ്പിലൂടെ ഇറക്കുക. 4 ലൂപ്പ് വരുമ്പോൾ നമ്മൾ 3 പ്രാവശ്യം yarn over ചെയ്ത് എടുക്കണം. yarn over ചെയ്ത് 2 ലൂപ്പിലൂടെ 3 പ്രാവശ്യം നമ്മൾ പുറത്തെടുക്കണം. ബാക്കി എല്ലാ ചെയിനിലും നമുക്ക് ട്രിപ്പിൾ ക്രോഷ്യ ചെയ്യാം.